160 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് എയർ ഫ്രയറിൽ. സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യും. സബ്സ്ക്രൈബും ലൈക്കും പിന്നെ ലൈക്കും ഷെയറും എല്ലാം ചെയ്യും. ബെല്ലൈക്കും കുഞ്ഞി ബെല്ലൈക്കും കൂടി ഷെയർ എല്ലാം ചെയ്യും. ആജാസ് ബ്ലോഗ് കസിൻസ് ബ്ലോഗ്. കുനാഫ ഡോ റയർ ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ കുനാഫ ഡോ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് കുനാഫ ഡോ ഉണ്ടാക്കുന്നത് ഇപ്പം എന്നിട്ട് അതിനെ കൊണ്ടാണ് നമ്മൾ കുനാഫ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ കുനാഫ ഡോ ഉണ്ടാക്കുന്നതായിട്ട് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് മൈദയാണ്, 1/2 കപ്പ് കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 കപ്പ് വെള്ളം, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. അപ്പം നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ വലിയ ജാറിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ മാവ് നല്ലോണം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയും നല്ല ലൂസും ആവാത്ത രീതിക്കാണ് നമുക്കിത് വേണ്ടത്. ഇനി നമ്മൾ ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോട്ടിലിൽ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിവിടെ പൈപ്പിംഗ് ബാഗിലേക്ക് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്കൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതി. നമ്മളിത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് ആയിക്കോളും. അപ്പം ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. ഇത് ക്രിസ്പി ആവാൻ വേണ്ടി കാത്തു നിൽക്കണ്ട. അപ്പോൾ നമ്മൾ കുനാഫ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ 15 പ്രാവശ്യം ആക്കിയിട്ടാണ് ഇത്രയും ആയത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ മേലയിലേക്ക് ഇത് ക്രിസ്പി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി നനച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ക്രിസ്പി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ ഒരു കത്രിക വെച്ചിട്ടൊന്ന് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ മുറിഞ്ഞു പോയാൽ അത് പ്രശ്നമില്ല. നമ്മൾ ഓൾറെഡി കട്ട് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷുഗർ സിറപ്പാണ്. അതിനായിട്ട് നമ്മൾ ഇവിടെ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ബോയിൽ ചെയ്യാൻ വെക്കണം. ഇത് ബോയിൽ ആക്കി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുനാഫിന്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ക്രീം ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ 400 ml പാൽ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ്, 2 ടേബിൾ സ്പൂൺ ഷുഗർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പാലിലേക്ക്. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം.
കുനാഫയാണ്. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫ. അപ്പോൾ നമ്മൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫിൻ്റെ ഡോ ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 50 ഗ്രാം ബട്ടർ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുനാഫ ഡോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാ സ്ഥലത്തും ആവണം. നമ്മൾ കുനാഫ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എയർ ഫ്രൈയിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുനാഫ ഡോ നമ്മൾ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ക്രീം ഇടണം. നമ്മൾ മുന്നേ തയ്യാറാക്കി വെച്ച നമ്മുടെ ക്രീം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ക്രീം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പ് സൈഡിൽ വിടണം. ഇനി നമ്മൾക്ക് ബാക്കിയുള്ള ഡോ ഇതിൻ്റെ മേലിലേക്ക് ഇട്ടിട്ട് സ്പ്രെഡാക്കി കൊടുക്കാം. നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് 160 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് എയർ ഫ്രൈയിൽ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. സോ ഗൈസ്, നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നമ്മളിത് പിസ്താച്ചിയോ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് അവാనికి ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. If you like our video, please like, share and subscribe, and don't forget to press the bell icon button so you will get the notification when we put a new video. Bye bye. ലൈക്കും ബെല്ലും ഷെയറും കൂടി ചെയ്യാം. ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ഇട്ടെടുക്കാം.